അപ്പം നമ്മൾ ഇന്ന് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ 13.1-ലെ എക്സസൈസ് 13.1-ലെ 4th ക്വസ്റ്റ്യൻ 3 നമ്മൾ ചെയ്തായിരുന്നു. നോക്ക്, ഐഡൻറ്റിഫൈ ദ ഗ്രേറ്റർ നമ്പർ wherever പോസിബിൾ ആണെങ്കിൽ കണ്ടുപിടിക്കുക. ഓരോന്ന് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് പാർട്ട് എന്താ? 4/3 ആണോ വലുത് 3/4 ആണോ എന്നല്ലേ? 4/3 എത്ര? 4/3 എന്ന് പറഞ്ഞാൽ 4-നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 4 × 4 16, 16 × 4 64 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3/4 കൂടെ കണ്ടുപിടിക്കാം. 3/4 is equal to 3 × 3 × 3 എത്ര? 27 എന്ന് കിട്ടും. ഏതാ വലുത്? 64 ഗ്രേറ്റർ ദാൻ 27. അപ്പം നമുക്ക് എന്ത് പറയാം? 4/3 ഗ്രേറ്റർ ദാൻ 3/4. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കിട്ടിയില്ലേ? അടുത്തത് സെക്കൻഡ് പാർട്ട് നോക്കാം. ഇവിടുത്തെ പ്രത്യേകത ഉണ്ടോ മക്കളെ? ഇവിടുത്തെ ബേസ് 4 ആണ്, പവർ 3 ആണ്. ഇവിടെ വന്നപ്പോൾ തല തിരിഞ്ഞു, ബേസ് 3ഉം പവർ 4ഉം ആയി. രണ്ടാമത്തെ നോക്കാം. അവരുടെ ചോദ്യം 5/3 ആണോ 3/5 ആണോ വലുതെന്നല്ലേ ചോദിച്ചേ? 5/3 എന്ന് പറയുമ്പോൾ എന്താ? 5 × 5 × 5 എത്ര കിട്ടും? 5/3 5 × 5 25, 25 × 5 125 എന്ന് കിട്ടും. അടുത്തത് നോക്കാം. എന്താ? 3/5 എത്ര നോക്കാം. 3/5 എന്ന് വെച്ചാൽ എന്നാ? 3 × 3 × 3 × 3 × 3 എത്ര തവണ കിട്ടും? 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 × 3 27 ആണ്. പിന്നെ 3 × 3 വരുമ്പോൾ 9 ആണ്. 27 × 9 എന്ന് വരും. 27 × 9 എത്രയാണ്? 243 അങ്ങോട്ട് കിട്ടും. 243. ഓക്കെ, 243 ഏതാണ് വലുത്? 125 ആണോ 243 ആണോ വലുത്? 125 ചെറുതാണ് 243യേക്കാൾ. അപ്പോൾ ആരാണ് വലുത്? 243 ആണ് വലുത്. 243 വലുത് മീൻസ് ആരാ? 3/5 വലുതാണ് 5/3യേക്കാളും. ക്ലിയർ? അടുത്ത് നോക്കാം. മൂന്നാമത്തെ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് നോക്ക്. നാലാമത്തെ നോക്കാം. 100/2. 100/2 എന്ന് പറയുമ്പോൾ എത്ര? 100 × 100. 100 × 100 എന്ത് വരും? 10,000. അടുത്ത എന്ത് ചെയ്യാം? 2/100. 2-നെ 100 തവണ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അങ്ങനെ എഴുതാൻ നമുക്ക് പറ്റുമോ മക്കളെ? എഴുതാം, പക്ഷെ കുറേ സമയം എടുക്കും അല്ലേ? അപ്പം നമ്മൾ പുതിയ പ്രോപ്പർട്ടി പഠിക്കുന്നു. 100-നെ ഞാൻ ഇങ്ങനെ എഴുതാമല്ലോ. എനിക്ക് 2/100 × 100 എന്ന്. 2/10 × 10 എന്ന്. 10 × 10 100 അല്ലേ? അപ്പം നമ്മൾ പഠിക്കുന്ന പുതിയ പ്രോപ്പർട്ടി a⁻m × n is equal to a⁻m the whole raised to n. a⁻m × n is equal to a⁻m the whole raised to n. പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ്. ആദ്യം പഠിച്ച പ്രോപ്പർട്ടി എന്തായിരുന്നു? a⁻m × a⁻n ആണെങ്കിൽ, ബേസുകളാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ കോമൺ ആയിട്ടുള്ള ബേസ് എഴുതുക, പവറുകളെ ആഡ് ചെയ്യുക. ഇനി പവറുകളാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ആ കണ്ടീഷനാണ് നമുക്ക് ഇവിടെ പഠിച്ചത്. അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്താൽ എന്തെഴുതാം? 2/10 the whole raised to 10 എന്ന് എഴുതാം. ഓക്കെ, 2/10 the whole raised to 10 എന്ന് എഴുതി. 2/10 എത്ര നമുക്കൊക്കെ അറിയാവോ? 2/10 എന്ന് പറഞ്ഞാൽ 2-നെ 10 തവണ എഴുതാം. 2 × 2 × 2 × 3 4 തവണയായി, 5 തവണയായി, 6 തവണയായി, 7 തവണയായി, 8 തവണയായി, 9 10 തവണ. 2 4 6 8 10 തവണ. ഇത്രയും തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആ കിട്ടുന്ന ഉത്തരം the whole raised to 10. ആ കിട്ടുന്ന ഉത്തരത്തെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്യണം.
ടു റേസ് ടു 10 കാണാതെ പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ്, വെരി 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 ഇമ്പോർട്ടൻ്റ്. 2 റേസ് ടു 10 എന്ന് പറഞ്ഞാൽ 1024. ഈ നമ്പർ മൊബൈലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. 1 GB ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1024 MB. നിങ്ങൾ ഫോണിനകത്ത് കണ്ടിട്ടില്ലേ 1 GB ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1024 MB. ഈ നമ്പറിനെയാണ് 2 റേസ് ടു 10 എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് 2നെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1024 the whole raised to 10. 1024 the whole raised to 10നെ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം? അതിനെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. നമുക്ക് ഈ 10,000-ത്തേക്കാൾ വലുതാണ് ഇതെന്നൊന്ന് തെളിയിച്ച് വെച്ചാൽ മതി. അപ്പം നമ്മളിതിനെ 10നെ എങ്ങനെ എഴുതും? 2 × 5 എന്ന് എഴുതും. ഇസ് ഈക്വൽ ടു 1020, സോറി ഇവിടെ 4 ആയിരുന്നേ, അറിയാണ്ട് 5 എഴുതിപ്പോയതാ. 1024, ഇതിപ്പോൾ പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ എന്താ വേണ്ടേ? ഹോൾ റേസ് ടു പരിപാടി ഇട്ട് കൊടുക്കണം എന്നല്ലേ. അപ്പം 1024ൻ്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് 1024ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 1024ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 1024 റേസ് ടു 2 എന്ന് വെച്ചാൽ എന്താ? അതിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. 1024 ഇൻറ്റു 1024 ദ ഹോൾ റേസ് ടു എന്തുണ്ട്? സോറി ഇവിടെ 5 ആണ് മക്കളെ, ശ്രദ്ധിച്ചില്ലതാ. ദ ഹോൾ റേസ് ടു 5. 1024 കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പം നോക്കാം. 1024 1024 ഇൻറ്റു 1024, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. ഇവിടെ ഒരു ക്യാരി വരും. 8 + 1 9 വരും. 4 × 0 0 വരും. 4 × 1 4 വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 4 0 2. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 0 0. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 2 0 1. എത്ര കിട്ടും? 6 7. ഇവിടെ ഒരു ക്യാരി ഉണ്ട്, അത് ഇവിടെ ഇട്ട് എഴുതിയാൽ 5 then 4 + 4 8 then 4 0 1. എത്ര കിട്ടി? 1048576 the whole raised to 5. ഈ സംഖ്യനെ ഇനിയും 5 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളോട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ആരാ വലുതെന്നാ ചോദ്യം. 100 സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ 10,000 ആയുള്ളൂ. ഇതിപ്പോൾ 2 റേസ് ടു 100 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനിയും ഇതിനെ 5 തവണ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അപ്പം തന്നെ 10,000-ത്തേക്കാൾ, അതിന് മുമ്പ് തന്നെ 10,000-ത്തേക്കാൾ വലുതായി. അതിൻ്റെ മീനിങ് എന്താ? 2 റേസ് ടു 100 എന്ന് പറയുന്നത് വലുതാണ് എന്തിനേക്കാൾ? 100 റേസ് ടു 2-നേക്കാൾ. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാ പ്രോബ്ലത്തിലും കംപ്ലീറ്റ് കാൽക്കുലേഷൻ പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ 100 സ്ക്വയർ 100നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തു. 2 റേസ് ടു 100 എന്താ? 2നെ 100 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. എഴുതി വെച്ചാൽ ഇന്നെങ്ങാനും തീരുവോ? തീരുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 100നെ പ്രൊഡക്റ്റ് ആക്കുന്നു. 100നെ എന്താക്കുന്നു? പ്രൊഡക്റ്റ് ആക്കുന്നു. എങ്ങനെ? 10 × 10. 2 റേസ് ടു 10 × 10 എന്നാക്കി. 2 റേസ് ടു 10 × 10. 2 റേസ് ടു 10 × 10 ഇതേ കിടക്കുന്നു. പ്രോപ്പർട്ടി കണ്ടോ? പ്രോപ്പർട്ടി ഇതേ കിടക്കുന്നു. a⁻m × n എന്ന് പറഞ്ഞാൽ a⁻m ദ ഹോൾ റേസ് ടു n ആണ്. അങ്ങനെ നമ്മൾ 2 റേസ് ടു 10 കണ്ടുപിടിക്കുന്നു. 2 റേസ് ടു 10 എത്ര? 1024. എങ്ങനെ ഓർത്ത് വെക്കണം? മൊബൈലിലെ ഇൻ്റർനെറ്റ് വെച്ച് ഓർക്കണം. 1 GB എന്ന് പറഞ്ഞാൽ 1024 MB ആണ്. 2 റേസ് ടു 10ന് പകരം നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു 1024. ഇനി എന്തുണ്ട്? പവറായിട്ട് 10 ഉണ്ട്. 1024നെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പാടാണ്. അപ്പോൾ 10നെ നമ്മൾ പിന്നെയും മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതി 2 × 5. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 1024 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 5. അങ്ങനെ നമ്മൾ 1024ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ 10,48,576. 10,48,576 ദ ഹോൾ റേസ് ടു 5. ഇപ്പം തന്നെ ഇത് 10,000-ത്തിനേക്കാൾ വലുതായി. അപ്പോൾ ഇതിൻ്റെ റേസ് ടു 5 എടുക്കുമ്പോൾ എന്താ? പിന്നെയും വലുതായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ കൺക്ലൂഷനിലെത്തി 2 റേസ് ടു 100 ആണ് വലുത്. ആരേക്കാൾ? 100 സ്ക്വയറിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 റേസ് ടു 10 ആണ് 5th ക്വസ്റ്റ്യൻ. മക്കൾക്ക് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. 5th ക്വസ്റ്റ്യൻ. 2 റേസ് ടു 10 ആണോ വലുത്?
10 സ്ക്വയർ ആണെന്ന്. 2^10 എത്ര? നമ്മളിപ്പോൾ കാണാൻ പഠിച്ചുള്ളൂ 1024. 10 സ്ക്വയർ എത്ര? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 എത്ര? 100. ആരാ വലുത്? 1024 അപ്പോൾ നമുക്കറിയാം 1024 വലുത് 100നേക്കാൾ. എന്ന് വെച്ചാൽ 2^100 ആണ് വലുത് ആരേക്കാൾ? സോറി 2^10 വലുത് ആരേക്കാൾ? 10^2നേക്കാൾ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ദർ പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടറിൽ റെപ്രസെന്റ് ചെയ്യാൻ ഒന്നുമില്ല മക്കളെ, ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തേതാ? 648 അല്ലേ? നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6ൽ എത്ര തവണയുണ്ട്? 2 3 തവണ അല്ലേ? റിമൈനിങ് വല്ലതും ഉണ്ടോ? ഇല്ല. 3 × 2 6 ആണ്. 4ൽ എത്ര ടൈംസ് ഉണ്ട്? 2 തവണ. 8ൽ എത്ര ടൈംസ് ഉണ്ട്? 4 തവണ. ദേ പിന്നെയും ഈവൻ ഡിജിറ്റിൽ തീർന്നുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൽ എത്ര തവണ? ഒറ്റ തവണയേ ഉള്ളൂ, മിച്ചം 1 ഉണ്ട്. ആ 1 ഇങ്ങോട്ട് എഴുതുന്നു, ചേർത്ത് വായിക്കുന്നു. എത്ര? 12. 12ൽ എത്ര തവണയുണ്ട്? 2 6 തവണ. 4ലോ 2 തവണ. പിന്നെ ഈവനിൽ തീർന്നുകൊണ്ട് 2 കൊണ്ട് ചെയ്യുന്നു. 16ൽ എത്ര തവണയുണ്ട്? 8 തവണ. 2ലോ 1 തവണ. ഇപ്പം എന്താ? ഈവനിലല്ല തീർന്നത്, അതുകൊണ്ട് 2 പറ്റില്ല. 3 പറ്റുമോ? 3 പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. 8 1 9. 9 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ്. അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 8ൽ എത്ര തവണയുണ്ട്? 3 2 തവണ. 3 2s are 6. ബാലൻസ് ഒരു 2 ഉണ്ട്. ചേർത്ത് വായിക്ക്. 21. 21ൽ എത്ര തവണയുണ്ട്? 7 ടൈംസ്. 7 3s are 21. നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിക്കേ. 7 2 9. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 3 കൊണ്ട് പറ്റും. 27ൽ എത്ര തവണയാണ്? 9 ടൈംസ്. 9 3s are 27. 9നെ പിന്നെ 3 കൊണ്ട് പറ്റും. 3. 3നെ പിന്നെ ഏതെങ്കിലും പ്രൈം ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3ന്റെ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 1. അപ്പം 648 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് തന്നെ ഞാൻ എഴുതുക. 648 എന്ന് പറഞ്ഞാൽ 1 2 3 തവണ 2 എഴുതുന്നു. 2 × 2 × 2 പിന്നെ എത്ര തവണയാ? 1 2 3 4 ടൈംസ് 3 എഴുതുന്നു. 3 × 3 × 3 × 3 × 1. 1 നമ്മൾ എഴുതുന്നില്ല, കാര്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോരാത്തതിന് അവർ പറഞ്ഞു പ്രൈം ഫാക്ടറിൽ എഴുതാനാ. 1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പം നമുക്ക് എഴുതാൻ 2^2. എത്ര തവണയുണ്ട് 2? 1 2 3 3 ടൈംസ്. അപ്പം 2^3 ഇൻറ്റു ഇത് എത്ര തവണയുണ്ട്? 3 1 2 3 4 4 ടൈംസ് ഉണ്ട്. അപ്പം 3^4. ബേസുകൾ നമ്മളൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത് കേട്ടോ. നമുക്ക് റൂൾസ് ഉണ്ട്. റൂൾസ് ഏതൊക്കെയാ? a raised to m into a raised to n is equal to a raised to m plus n. അടുത്തത് a raised to m into n is equal to, മുകളിലാണ് മൾട്ടിപ്ലിക്കേഷൻ എങ്കിൽ a raised to m the whole raised to n. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഇവരുടെ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? അടുത്ത രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ഏതാ? 405. 405 ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ. ഈവനിൽ തീർന്നാലേ 2 കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 2 കൊണ്ട് പറ്റുകയില്ല. 3 കൊണ്ട് പറ്റുമോ നോക്ക്. 5 4 9. 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ 3 കൊണ്ട് പറ്റും. 4ൽ എത്ര തവണയുണ്ട്? 1 തവണ. ബാലൻസ് എത്ര? 1 3s are 3. റിമൈനിങ് ഇവിടെ 1 ഉണ്ട്. ചേർത്ത് വായിക്ക്. 10. 10ൽ എത്ര തവണയുണ്ട്? 3 തവണ. 3 3s are 9. ബാലൻസ് എത്ര ഉണ്ട്? 1. 15. 15ൽ എത്ര തവണയുണ്ട്? 5 തവണ. 2 കൊണ്ട് പറ്റുകയില്ല, കാര്യം ഈവൻ അല്ല. 3 കൊണ്ട് പറ്റുമോ നോക്ക്. 5 3 8, 8 1 9. 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് ചെയ്യുക. 13ൽ എത്ര തവണ? 4 തവണ. 4 3s are 12. ബാലൻസ് ഒരു 1 ഉണ്ട്. 15. 15ൽ എത്ര തവണ? 5 തവണ. പിന്നെയും 2 കൊണ്ട് പറ്റുകയില്ല, 3 കൊണ്ട് പറ്റും. കാര്യം എന്താ? ആഡ് ചെയ്തപ്പോൾ 9 ആണ് കിട്ടിയത്. എത്ര ടൈംസ് ഉണ്ട്? 4ൽ 1 തവണ. ബാലൻസ് ഇവിടെ 1. 15. 15ൽ എത്ര തവണ ഉണ്ട്? 5 തവണ. 15. 15 ഈവൻ അല്ല, അതുകൊണ്ട് 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? പറ്റും, കാര്യം നമ്പേഴ്സ് കൂട്ട്. 15 5 1 6. 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. എത്ര? 5 3s are 15. ഇനി 5നെ ഒന്ന് നോക്കണ്ട, ഒന്നിനെ നോക്കണ്ട.
2 കൊണ്ട് പറ്റുകയില്ല, 3 കൊണ്ട് പറ്റുകയില്ല, 4 കൊണ്ട് പറ്റുകയില്ല, 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1. അപ്പോൾ 405 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 4 ടൈംസ് 3 എഴുതണം. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ഒരു തവണ 5 ഉണ്ട്, ഒരു തവണ 1 ഉണ്ട്. ഇൻറ്റു 1 എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻറ്റു 1 നമ്മൾ കളഞ്ഞു. എഫക്റ്റീവ്ലി എന്ത് എഴുതാം? 3 റേസ് ടു എത്ര തവണയുണ്ട്? 3 4 തവണ. 3 റേസ് ടു 4 ഇൻറ്റു 5. വേണേൽ 5 റേസ് ടു 1 എന്ന് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 5 റേസ് ടു 1 എന്ന് എഴുതേണ്ട കാര്യം ഇല്ല. അങ്ങനെയാണ് ഈ മൂന്നാമത്തത് മക്കൾക്ക് ഹോംവർക്ക് കേട്ടോ. മൂന്നാമത്തത് ഹോംവർക്ക്. നാലാമത്തെ നോക്കാം. നാലാമത്തെ എന്നാ? 3600. ഏതുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 3-ൽ ഒരു തവണ, റിമൈനിങ് 1, 16 8 ടൈംസ് 0 0. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. ഇതിൻ്റെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 900 കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടും? 450 എന്ന് കിട്ടും. മക്കളെ കണ്ട ഉടനെ 10 കൊണ്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത്. എന്നാന്ന് വെച്ചാൽ പ്രൈം ഫാക്ടറാണ് പറഞ്ഞത്. 10 ഒന്നും പ്രൈം നമ്പർ അല്ല കേട്ടോ. ഈവൻ നമ്പറാണ്. 2 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടും? 4-ൽ 2 തവണ, 5-ൽ 2 തവണ, റിമൈനിങ് 1 ഉണ്ട് 10, 10-ൽ 5 തവണ. ഇത്തവണ പറ്റുകയില്ല 2 കൊണ്ട്. അപ്പോൾ 3 കൊണ്ട് പറ്റുമെന്ന് നോക്കാം. 5 × 7, 7 × 9, 9 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ 3 കൊണ്ട് പറ്റും. 2-ലില്ല. 22-ൽ എത്ര തവണയുണ്ട്? 7 ടൈംസ്. 7 3s are 21. ബാലൻസ് ഇവിടെ 1 ഉണ്ട്, 15. 15-ൽ എത്ര തവണയുണ്ട്? 5 തവണ. ഈവൻ 2 കൊണ്ട് പറ്റുകയില്ല. 3 കൊണ്ട് പറ്റുമോ നോക്കിക്കേ. 7 5 12 അല്ലേ? 7 5 കൂടെ കൂട്ടിയപ്പോൾ 12. ഈ നമ്പേഴ്സിന് ഇനിയും കൂട്ട്. 2 1 3. 3-ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ്. അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. 7-ൽ എത്ര തവണയുണ്ട്? 2 തവണ. ബാലൻസ് 1. 15. 15-ൽ എത്ര തവണയുണ്ട്? 3. 5 തവണ. ഇതിന് ഈവൻ നമ്പർ കൊണ്ട് പറ്റുമോ? പറ്റില്ല. 2 കൊണ്ട് പറ്റില്ല, കാര്യം ഇത് ഈവൻ അല്ല. 3 കൊണ്ട് പറ്റുമോ? നോക്കാം. 5 × 7, 7 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 3 കൊണ്ട് പറ്റില്ല. 4 പ്രൈം നമ്പറേ അല്ല, അതുകൊണ്ട് നോക്കണ്ട. അടുത്ത 5 കൊണ്ട് പറ്റുമോ? പറ്റും. 5 5s are 25. പിന്നെ 5-നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 1. അപ്പം നമുക്ക് എന്തെഴുതാം? 1 2 3 4 തവണ 2 എഴുതണം. ഇതെന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2. എത്ര തവണ 3 എഴുതണം? 2 തവണ 3, 2 തവണ 5, 1 തവണ 1. അപ്പോൾ ഇൻറ്റു 3 × 3 ഇൻറ്റു 5 × 5 ഇൻറ്റു 1 എഴുതണോ? വേണ്ട. എഴുതാം. 2 റേസ് ടു എത്ര തവണയുണ്ട്? 2 1 2 3 4 4 ടൈംസ് ഇൻറ്റു 3 റേസ് ടു എത്ര തവണയുണ്ട്? 3 2 തവണ. 2 ഇൻറ്റു 5 റേസ് ടു എത്ര തവണയുണ്ട്? 5 2 തവണ. അപ്പോൾ 2 റേസ് ടു 4, 3 റേസ് ടു 2, 5 റേസ് ടു 2. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കേ. സിംപ്ലിഫൈ. തന്നിരിക്കുന്നതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെ നോക്കാം. ഫസ്റ്റ് 2 × 10 റേസ് ടു 3 എന്ന് വെച്ചാൽ എന്താ? 10 × 10 × 10 is equal to 2 × 10 × 10 100. 100 × 10 എത്ര? 1000. 2 × 1000 എന്നാ? 2000. കിട്ടിയില്ലയോ? അടുത്ത നോക്ക്. 7 സ്ക്വയർ × 2 സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 7 × 7 ആണ്. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2 ആണ്. 7 × 7 എന്നാ? 49. 2 × 2 എന്നാ? 4. 49 × 4 എന്ന് വരും. 196 എന്ന് വരും. അടുത്തത് 2 റേസ് ടു 3. 2 റേസ് ടു 3 എന്ന് വെച്ചാൽ എന്നാ? 2 × 2 × 2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 2 × 2 എന്നാ? 4. അടുത്ത 2 വരെ മൾട്ടിപ്ലൈ. 2 × 5 എന്നാ? 10. 4 × 10 എന്നാ? 40. ഓക്കെ. അടുത്ത നോക്ക്. 3 × 4 റേസ് ടു 4. അപ്പോൾ ഇനി എങ്ങനെ എഴുതാം? 3 × 4 റേസ് ടു 4 എന്ന് വെച്ചാൽ എന്താ? 4 × 4 × 4 × 4. ആദ്യത്തെ 2 വരെ മൾട്ടിപ്ലൈ ചെയ്ത് 12 എന്ന് കിട്ടും. അടുത്ത 2 വരെ മൾട്ടിപ്ലൈ ചെയ്ത് 16 എന്ന് കിട്ടും. ഇൻറ്റു 4. 12 × 16 എത്ര? 12 × 16 192.
192 ഇൻറ്റു 4 എന്ന് കിട്ടും. അപ്പോൾ 192നെ നമുക്കൊരു 4 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 8 36 3 4 7 എത്ര കിട്ടി? 768 768 എന്ന് കിട്ടും. അടുത്തതോടെ ഞാൻ ചെയ്യത്തുള്ളൂ, നിങ്ങൾ ബാക്കി ചെയ്യണം. 0 ഇൻറ്റു 10 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് വെച്ചാൽ എന്നാ? 10 ഇൻറ്റു 10. 0 ഇൻറ്റു എനിത്തിങ്. 0 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 ആകും. ഓക്കെ, അടുത്ത 3 മക്കൾ ഹോംവർക്ക് ചെയ്യണം. ലോജിക്ക് മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സിംപ്ലിഫൈ. സിംപ്ലിഫൈ മൈനസ് ഉണ്ടല്ലേ? അപ്പം ഇതിലെന്തോ ലോജിക്ക് ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ലോജിക്ക് പഠിക്കാം. മൈനസ് റേസ് ടു ഈവൻ ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആകും. മൈനസ് റേസ് ടു ഓഡ് ആണെങ്കിൽ ഉത്തരം മൈനസ് ആകും. മൈനസ് റേസ് ടു ഈവൻ ആണെങ്കിൽ പ്ലസ്. ഈവൻ എന്ന് വെച്ചാൽ എന്താ? 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അതല്ലേ ഈവൻ. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഈവൻ ആണെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2 വരെ ചേർന്നുണ്ടാകുന്ന സിമ്പിൾ. 2 വരെ ചേർന്നുണ്ടാകുന്ന സിമ്പിൾ പ്ലസ് അല്ലയോ? മൈനസിൽ ഒറ്റ വരെ പോരെ. അപ്പം മൈനസ് റേസ് ടു ഈവൻ ആണെങ്കിൽ എന്ത്? പ്ലസ് ഇടണം. മൈനസ് റേസ് ടു ഓഡ് ആണെങ്കിൽ എന്ത് ഇടണം? മൈനസ് തന്നെ ഇടണം. എക്സാമ്പിൾ ഇതേ മക്കൾ നോക്കിക്കേ. എക്സാമ്പിൾ -1/8 കണ്ടോ? മൈനസ് ഉണ്ട്, റേസ് ടു ഈവനായ സ്ഥിതിക്ക് എന്തുവാ? 2 വരെയുള്ള സിമ്പിൾ. 2 വരെയുള്ള സിമ്പിൾ എന്നാ? പ്ലസ്. പ്ലസ് ആണെങ്കിൽ എടുത്ത് എഴുതണ്ട കേട്ടോ. പിന്നെ 1/8 ആൻസർ 1/8 ആയിരിക്കും. 1/8 എന്ന് പറഞ്ഞാൽ 1 എനിത്തിങ് ഈസ് ഈക്വൽ ടു 1 ആ കേട്ടോ. അടുത്തത് -1/101. മൈനസ് ഉണ്ട്, പവറായിട്ട് ഓടാണ്. ഓടാണെങ്കിൽ ഒറ്റ വരെയുള്ള സിമ്പിൾ. ഒറ്റ വരെയുള്ള സിമ്പിൾ ഏതാ? മൈനസ്. 1/101 ഇസ് ഈക്വൽ ടു മൈനസ് 1 എനിത്തിങ് എന്താ? 1 ആണ്. ക്ലിയർ? അപ്പം നമുക്ക് ചെയ്യാം. അപ്പം ലോജിക്ക് എന്താണ്? ലോജിക്ക് ഇതേ മൈനസിൻ്റെ പവറായി ഈവൻ വന്നാൽ പോസിറ്റീവ് ആണ് ഉത്തരം. മൈനസിൻ്റെ പവറായി ഓഡ് വന്നാൽ നെഗറ്റീവ് ആണ് ഉത്തരം. ഇപ്പം നമ്മൾ 3 ലോജിക്കുകൾ പഠിച്ചിട്ടുണ്ട് ആകെ മൊത്തം, ഇതുൾപ്പെടെ. അപ്പം നമുക്ക് ഓരോന്നും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. -4 the whole raised to 3 is equal to. മൈനസ് ഉണ്ട്, ഓഡ്. ഓഡ് വന്നാൽ ഒറ്റ വര. ഒറ്റ വര മീൻസ് മൈനസ്. ബാക്കി അതുപോലെ എഴുതുക. 4/3 is equal to മൈനസ് അവിടെ ഇടുക. 4/3 എന്ന് പറഞ്ഞാൽ എന്നാ? 4 × 4 × 4 is equal to മൈനസ് അവിടെ ഇടുക. 4 × 4 16. 16 × 4 64. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്ക്. -3 ഇൻറ്റു -2/3 is equal to -3. പവർ 1. അപ്പം മൈനസ് അതുപോലെ എടുക്കട്ടെ. -3 ഇൻറ്റു മൈനസ് പവർ എന്താ? ഓഡ്. പവർ ഓടായ സ്ഥിതിക്ക് മൈനസ് ഇടണം. 2/3 അതുപോലെ എഴുതണം. 2/3 ഒക്കെ കാണാൻ പഠിച്ചേക്കണം മക്കളെ. 2/3 8. 2 × 2 × 2 എത്ര? 8. അപ്പം -3 ഇൻറ്റു -2/3 എത്ര? നോക്ക്. 2/3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2. 2 × 2 4. 4 × 2 8. മൈനസ് ഇൻറ്റു മൈനസ് ഇതേ വന്നു. മൈനസ് ഇൻറ്റു മൈനസ് എന്നാ? പ്ലസ്. 3 × 8 എത്ര? 24. ആൻസർ എന്നാ കിട്ടി? 24. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് പാർട്ട് ഹോംവർക്ക്. നാലാമത്തെ ചെയ്ത് നോക്കാം. നാലാമത്തെ നോക്ക്. ഫോർത്ത് പാർട്ട് -2/3 ഇൻറ്റു -10/3 ഇസ് ഈക്വൽ ടു എത്രയാണ്? നോക്ക്. ഓഡ് പവർ. അതിൻ്റെ മീൻസ് മൈനസിന് ഓഡ് പവർ വന്നാൽ മൈനസ് എഴുതണം. 2/3 എന്ന് വെച്ചാൽ 2/3 തന്നെ എഴുതുക. ഇൻറ്റു മൈനസിന് ഓഡ് പവർ എത്ര വരും? മൈനസ് തന്നെ വരണം. 10/3 ഇസ് ഈക്വൽ ടു -2/3 എത്ര? 8. ഇൻറ്റു -10/3 എത്ര? 10 എത്ര വന്നാലും 10/4 വന്നാൽ 1 എഴുതി കഴിഞ്ഞ് 4 പൂജ്യം ഇട്ട് കൊടുക്കണം. 10/5 വന്നാൽ 1 എഴുതി കഴിഞ്ഞ് എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? 5 പൂജ്യം ഇട്ട് കൊടുക്കണം. 10/3 എഴുതിയാൽ 1 എഴുതി കഴിഞ്ഞ് 3 പൂജ്യം. 10 എഴുതി കഴിഞ്ഞല്ല, 1 എഴുതി കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇവിടെ 10/3. അപ്പോൾ 1 എഴുതി കഴിഞ്ഞ് 3 പൂജ്യം എത്ര? 1000.
മൈനസ് ഇൻറ്റു മൈനസ് എന്താ വരും? പ്ലസ് ആയി. 8 ഇൻറ്റു 1000 എത്രയായിരുന്നു? 8000. ക്ലിയർ? ആ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ദ ഫോളോയിങ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പറുകളെ കമ്പയർ ചെയ്യുക. ഓക്കെ. എന്താ മക്കളെ ഇതിൽ പ്രത്യേകത? പോയിന്റഡ് നമ്പേഴ്സ് ആണല്ലേ. പ്രത്യേകത എന്താണ്? പോയിന്റഡ് നമ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് ആദ്യം, നിങ്ങൾ ഫ്രാക്ഷൻസ് പഠിച്ചതല്ലേ, അതിലെ ലോജിക്ക് എടുക്കണം. ആദ്യത്തെ എടുക്കുക. 2.7 ഇൻറ്റു 10⁻12. 2.7നെ നമുക്ക് എങ്ങനെ എഴുതാം? 27/10 എന്ന് എഴുതാം അല്ലേ. 27/10 ഇൻറ്റു 10⁻12 ഇസ് ഈക്വൽ ടു. അപ്പം നമ്മൾ പുതിയ ലോജിക്ക് പഠിക്കുന്നു. ഓരോന്നും വരുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. a/m/a/n ഇസ് ഈക്വൽ ടു a/m-n. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? a/m ഇൻറ്റു a/n വന്നാൽ, മൾട്ടിപ്പിൾസ് വന്നാൽ ആഡ് ചെയ്യണം, പവറുകൾ ആഡ് ചെയ്യുക. ഇനി a/m ഇവിടാണ് മൾട്ടിപ്പിൾ വരുന്നതെങ്കിൽ എങ്ങനെ എഴുതണം? ഹോൾ റേസ്റ്റ് ഇടുക. കണ്ടോ, ഇവിടെ നോക്കുക. ബേസുകളിൽ ആണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെങ്കിൽ പവറുകൾ ആഡ് ചെയ്യുക. ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ പവറുകൾ സബ്ട്രാക്ട് ചെയ്യുക. കണ്ടോ, അങ്ങനെയാണ് ഇത്. ഇവിടെ നോക്ക്, പഠിച്ചോണം കേട്ടോ. ഉള്ള കാലം മുഴുവൻ വേണ്ടതാ. 27 ഇൻറ്റു 10⁻12. ആ 10⁻12ൻ്റെ താഴേക്കാക്കുക ഞാൻ 10. 10നെ എനിക്ക് 10⁻1 എന്ന് എഴുതിക്കൂടെ? എഴുതാം. കണ്ടോ, ഇവന്മാർക്ക് രണ്ടുപേർക്ക് സെയിം ബേസാ. സെയിം ബേസ് ആണെങ്കിൽ ഈ പരിപാടി നടക്കൂ. അപ്പോൾ 27 ഇൻറ്റു 10⁻, സെയിം ബേസ് ആണ്, പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. എപ്പോൾ? ഡിവിഷൻ ആണ്. 12 - 1 12 - 1 എത്ര? 11. 27 ഇൻറ്റു 10⁻11 എന്ന് വരും. ഓക്കെ. രണ്ടാമത്തെ നോക്കിക്കേ. അതിൽ കമ്പയർ ചെയ്യേണ്ട അടുത്ത ഏതാ? 1.5 ഇൻറ്റു 10⁻8 ആയിട്ട് കമ്പയർ ചെയ്യണ്ടേ. അപ്പം നമുക്ക് ആ രണ്ടാമത്തെ വാല്യൂ എടുക്കാം. എത്താ? 1.5 ഇൻറ്റു 10⁻8. 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 15/10 ഇൻറ്റു 10⁻8 ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 10⁻8/10. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻1 ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു, സെയിം ബേസ് ആണല്ലേ, ഇതിനും 10 ആണ് ബേസ്, ഇതിനും 10 ആണ് ബേസ്. അപ്പോൾ അതതുപോലെ എഴുതുക. ഡിവിഷൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. മുകളിലുള്ളവനിൽ നിന്ന് താഴെയുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പം എന്ത് കിട്ടി? 15 ഇൻറ്റു 10⁻8 - 1 എത്ര? 7. രണ്ട് നമ്പറും കിട്ടിയില്ലേ? കമ്പയർ ചെയ്യാൻ ചോദിച്ച സ്ഥിതിക്ക് ആരാണ് വലുത് എന്നാണ് ചോദ്യം. മക്കളെ 10⁻11 എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടു മുമ്പിൽ 10 സംതിങ്ങുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ, ഇവിടെ ഇട്ട് നോക്കൂ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2 ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ ആ സംഖ്യ എഴുതുക. ശേഷം പവർ എത്രയാണോ അത്രയും 0 ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, 2 ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. 2 ഇൻറ്റു 100 200. കിട്ടിയില്ലേ? അപ്പോൾ എന്താ ലോജിക്ക്? 10 സംതിങ്ങുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ആ സംഖ്യ തൊട്ട് മുമ്പിലുള്ള സംഖ്യ എഴുതുക. എന്നിട്ട് 10⁻ പവർ എത്രയാണോ അത്രയും 0 ഇട്ട് കൊടുക്കുക. അപ്പം നോക്കിക്കേ, ഇവിടെ എത്ര പൂജ്യങ്ങളുണ്ട്? ഇവിടെ 27 കഴിഞ്ഞ് 11 സീറോസ് ഇട്ട് കൊടുക്കണം. ഇവിടോ 15 എഴുതി കഴിഞ്ഞ് 7 സീറോസ് ഇട്ട് കൊടുത്താൽ മതി. ആരാ വലുത്? അവസാനം 11 സീറോസ് ഉള്ളവനാണോ വലുത്? അവസാനം 7 സീറോസ് ഉള്ളവനാണോ? ഓക്കെ, ഇത് 11 സീറോസ് ഉണ്ട്. ഇത് കൂട്ടുമ്പോൾ 12ാമത്തെ ഡിജിറ്റായി, 13 ഡിജിറ്റായി. ഇതെന്ന് പറഞ്ഞാൽ ഒരു 13 ഡിജിറ്റ് നമ്പറായി മാറി. ഇതോ, ഇതിൻ്റെ വക ഒരു 7 സീറോസ് ഉണ്ട്. 7 സീറോസ് ഉണ്ട്. ഇതൊന്ന് 8, ഇതൊന്ന് 9. ഇതൊരു 9 ഡിജിറ്റാ. ആരാ വലുത്? 27 ഇൻറ്റു 10⁻11 ആണ് വലുത്. ആരെക്കാളും? 15 ഇൻറ്റു 10⁻7നെക്കാളും. ക്വസ്റ്റ്യൻ പ്രകാരം ചോദിച്ചാൽ 2.7 ഇൻറ്റു 10⁻12 ഗ്രേറ്റർ ദാൻ 1.5 ഇൻറ്റു 10⁻8. ഓക്കെ, അടുത്തുകൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആകും. അടുത്ത കമ്പയർ ചെയ്യേണ്ടത് ഏതാണ്? 4 കിടക്കുന്ന കേട്ടോ. അടുത്ത കമ്പയർ ചെയ്യേണ്ടത് രണ്ടാമത്തെ പാർട്ട് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യേണ്ടത് 4 ഇൻറ്റു 10⁻14. എത്ര ഡിജിറ്റാ? 10⁻14ൻ്റെ വക ഒരു 14 സീറോസ് ഉണ്ട്. ഇതിൻ്റെ വക ഒരു ഡിജിറ്റ് ഉണ്ട്. മൊത്തം ഇതൊരു 15 ഡിജിറ്റ് നമ്പറായി മാറി.
3 ഇൻറ്റു 10⁻17. ഇതോ 10⁻17ൻ്റെ വക 17 സീറോസ് ഉണ്ട്. ഇതുകൂടെ കൂട്ടുമ്പോൾ 18 ഡിജിറ്റ് നമ്പറായി. എത്ര നമ്പറായി? 18 നമ്പേഴ്സ് ഉള്ള ഒരു ഡിജിറ്റ് നമ്പറാണ് കിട്ടുന്നത്. 18 ഡിജിറ്റ് നമ്പറാണ്. ആരാ വലുത്? 15 സംഖ്യയുള്ളവരാണോ വലുത്? 18 പേരുള്ളതാണോ? 18 പേരുള്ളവരാണ് അല്ലേ? അപ്പോൾ എന്തെഴുതാം? 3 ഇൻറ്റു 10⁻17 ഗ്രേറ്റർ ദാൻ 4 ഇൻറ്റു 10⁻14. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും പ്രോബ്ലംസിൽ നിന്ന് പഠിച്ച ലോജിക്കുകൾ പറയുക. ഓർത്ത് വെച്ചോണം. ഒന്നാമത്തെ ലോജിക്ക് a⁻m ഇൻറ്റു a⁻n. ഈ ഇൻറ്റു താഴെയാണ് കേട്ടോ. ഇസ് ഈക്വൽ ടു a⁻, മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരേ ബേസ് ഉള്ളവർ, എടുത്തെടുത്ത് പറയുന്നു, ഒരേ ബേസ് ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ സെയിം ബേസ് എഴുതുക, പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഒരേ ബേസ് ഉള്ളവരെ ഡിവൈഡ് ചെയ്യാൻ അതേ ബേസ് എഴുതുക, ന്യൂമറേറ്ററിലെ പവറിൽ നിന്നും ഡിനോമിനേറ്ററിൻ്റെ പവർ സബ്ട്രാക്ട് ചെയ്യുക. a⁻m ഇൻറ്റു n എന്ന് പറഞ്ഞാൽ a⁻m ദ ഹോൾ റേസ് ടു n. പിന്നെ പറഞ്ഞെന്താ? നെഗറ്റീവിൻ്റെ പവറായി ഈവൻ നമ്പർ വന്നാൽ ആൻസർ ഒരു പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവിൻ്റെ പവറായി ഓഡ് വന്നാൽ ആൻസർ ഒരു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇത്രയും കൊണ്ട് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് തീരും. ഇനിയുള്ളത് ഡിവിഷനെ കുറിച്ചാണ്. അടുത്ത എക്സസൈസിൽ കൂടുതലും പറയുന്നത് ഡിവിഷനെ കുറിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എന്തായിട്ട് പറയുന്നു? റൂൾസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. പ്രൈം ഫാക്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാം, 10ൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കാം. അതൊക്കെയാണ് ചാപ്റ്ററിൻ്റെ കണ്ടന്റ്. ഓക്കെ, താങ്ക് യു.